ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓർക്കിഡ് വെറൈറ്റിയിൽപ്പെട്ട ഒരു സ്പെഷ്യൽ ഓർക്കിഡിനെ കാണാം. ഫോക്സ് ടെയിൽ എന്നും റിങ്കോ സ്റ്റൈൽ എന്നും ഒക്കെ ഇതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഫോക്സ് ടെയിൽ എന്ന് പേര് വരാൻ കാരണം ഇത് താഴോട്ട് പൂങ്കുലകൾ വന്ന് താഴോട്ട് പൂ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഫോക്സ് ടെയിൽ എന്ന പേര് കിട്ടിയത്. സാധാരണ ഓർക്കിഡ് മുകളിലോട്ടും സൈഡിലോട്ടും ഒക്കെ പൂങ്കുലകൾ വന്ന് പൂ പിടിച്ച് നിൽക്കുമ്പം ഇവരുടെ പൂങ്കുലകൾ താഴോട്ട് വന്ന് താഴോട്ട് പൂ പിടിച്ച് നിൽക്കുന്ന രീതിയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കളുണ്ടാവത്തുള്ളൂ. അത് ഈ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലെ ഇവരുടെ ഫ്ലവറിങ് ടൈം. ഒരു പൂങ്കുലയ്ക്ക് ഏതാണ്ട് 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. ഒരു 100 കൂടുതൽ പൂക്കൾ കാണും ഒരു പൂങ്കുലയിൽ. ഇതിന് ചട്ടിയിൽ നടുന്നതിനെക്കാട്ടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് മരങ്ങളിൽ കെട്ടിവെക്കുമ്പോഴാണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കട്ടിക്ക് വേര് വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് മരങ്ങളിൽ നല്ല കട്ടിയുള്ള വലിയ മരങ്ങളിൽ കെട്ടിവെച്ചാൽ ഇതിൻ്റെ വേര് മരത്തിൽ നല്ല രീതിയിൽ പിടിച്ച് പ്ലാന്റ് നല്ല രീതിയിൽ നിൽക്കും. നമുക്ക് പ്രത്യേകിച്ച് പോട്ടി മിക്സോ ഒന്നും ആവശ്യമില്ല. ഇവരെ മരത്തിനോട് ചേർത്ത് വെച്ച് ഒരു കയർ വെച്ച് നമ്മൾ ചുറ്റി കെട്ടിക്കൊടുത്താൽ മതി. ഈ വേര് ഇതുപോലെ മരത്തിനകത്ത് നല്ല ഉറച്ചു പിടിച്ച് ഇവർ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കും. നമ്മൾ ചട്ടിയിൽ നട്ടുവെച്ചാൽ ഇത്രയും ഒരു വേര് ഇത്രയും നല്ല തിക്കായിട്ട് പിടിച്ച് നിൽക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ മരത്തിൽ കെട്ടി വെച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ നന്നായിട്ട് കണ്ടിട്ടുള്ളത്. ഇവർ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് മരത്തിൽ കെട്ടി വെക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് കണ്ടിട്ടുള്ളത്. ഇതൊരു വൈൽഡ് ഓർക്കിഡ് ആയതുകൊണ്ട് സാധാരണ വനങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പ് ഓർക്കിഡാണ്. അന്നേരം ഇവരുടെ ജന്മനാലുള്ള സ്വഭാവം മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സ്വഭാവം ഇവർക്ക് ജന്മനാലുള്ളത്. അന്നേരം നമ്മൾ ഇവരെ വളർത്തുമ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ മരത്തിൽ കെട്ടിവെച്ച് വളർത്തുന്നതായിരിക്കും നല്ലത്. സാധാരണ ഓർക്കിഡ് വളർത്തുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഫോക്സ് ടെയിൽ വളർത്താനില്ല. ഇതിന് സാധാരണ അസുഖങ്ങൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ അധികം കീടങ്ങളൊന്നും ഇവരെ ബാധിക്കാറില്ല. പിന്നെ ഒരുപാട് വളങ്ങൾ കൊടുക്കണ്ട. വല്ലപ്പോഴും നമ്മൾ കുറച്ച് എന്തെങ്കിലും സാധാ 19 എന്തെങ്കിലും വല്ലപ്പോഴും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇവരെ വളർത്തിയെടുക്കാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എളുപ്പത്തിൽ നമുക്ക് ഇവരെ വളർത്തിയെടുക്കാനും പറ്റും. വലിയ വനങ്ങളിൽ വളരുന്ന ചെടിയായതുകൊണ്ട് ഇവർക്ക് വലിയ വെയിലിൻ്റെ ആവശ്യമില്ല. ഒരു 40-50% വെയിൽ മാത്രം മതി. ഷെയ്ഡിലും ഇവർ നല്ല രീതിയിൽ വളർന്നു വരും. വളരെ പതുക്കെ ആയിരിക്കും ഇവരുടെ വളർച്ച. പെട്ടെന്ന് നമ്മുടെ സാധാ ചെടികൾ പെട്ടെന്ന് വളർന്നു വരുന്ന രീതിയിൽ ഇവർ പെട്ടെന്ന് വളർന്നു വരത്തില്ല. ചിലപ്പോൾ ഒരു വർഷമൊക്കെ കൊണ്ടായിരിക്കും ഇതിനകത്തൊരു ലീഫ് വന്ന് നല്ല രീതിയിൽ ആ ഇല നല്ല മെച്ചുറായിട്ടുള്ള ഒരു ഇലയായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് കാണാൻ ആഗ്രഹമുള്ളവർ ഈ പ്ലാന്റ് വാങ്ങി വെക്കുമ്പോൾ നല്ല മെച്ചുറായിട്ടുള്ളൊരു പ്ലാന്റ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ കുഞ്ഞ് തൈ മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് ഇവർ വളർന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ വലിയ പ്ലാന്റ് മെച്ചുറായിട്ടുള്ള ഫ്ലവറിങ് ടൈപ്പ് പ്ലാന്റ് മേടിച്ച് വെക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഫോക്സ് ടെയിലിനെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്